ഹായ് ചിൽഡ്രൻ, NMMS പരീക്ഷയ്ക്ക് മാത്സിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യം കൊണ്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ്: 10 പേര് ചേർന്നാൽ ഒരു ജോലി ഇത്ര സമയം കൊണ്ട് തീരും എങ്കിൽ 8 പേര് ചെയ്താൽ എത്ര സമയം കൊണ്ട് ആ ജോലി തീരും. ഇങ്ങനത്തെ ചോദ്യം. ഓക്കെ, ഈ മോഡലിൽ ചോദ്യങ്ങൾ വരും, നിർബന്ധമാണ് വരും. ഓക്കെ, അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് ഇപ്പം നമുക്കങ്ങ് പഠിച്ചാലും ഇപ്പം അങ്ങോട്ട് പഠിക്കാം, പിന്നെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. അത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനുണ്ട്. ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് അത് കഴിയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. ഓക്കെ, ഇതാ ഒരു കാറ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/h പോയാൽ 45 മിനിറ്റ് എടുക്കും. ആ കാറ് സ്പീഡൊന്ന് കൂട്ടിപ്പോവാണ്, 50 km/h പോവുകയാണെങ്കിൽ ആ കാറ് 45 മിനിറ്റ് തന്നെ എടുക്കുമോ, 45 മിനിറ്റിൽ കുറവെടുക്കുമോ, 45 മിനിറ്റിൽ കൂടുതൽ എടുക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇതെന്ത് ചോദ്യമാണ് ടീച്ചറെ, അല്ലേ? യെസ്, 45 മിനിറ്റിൽ കുറയും. സ്പീഡ് കൂടി, സമയം കുറഞ്ഞു. സ്പീഡ് കൂടി, സമയം കുറഞ്ഞു. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു. എന്നാൽ ചില കണക്കുകളിൽ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. 5 പുസ്തകം വാങ്ങി 50 രൂപ കൊടുത്തു. 10 പുസ്തകം വാങ്ങിയാൽ 100 രൂപ കൊടുക്കണം. പുസ്തകങ്ങളുടെ എണ്ണം കൂടി, വിലയും കൂടി. നീ കൂടിയോ, ഞാനും കൂടും. നീ കുറഞ്ഞോ, ഞാനും കുറയും. ആ പോളിസി അവർക്ക്. മറ്റത് ഓപ്പോസിറ്റ് പോളിസിയാണ്. നീ കുറഞ്ഞാൽ ഞാൻ കൂടും, നീ കൂടിയാൽ ഞാൻ കുറയും. ഇങ്ങനെ 2 ബന്ധം ഉണ്ടാവും. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതിലേതാണ് ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു, അതോ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. ഇത് തീരുമാനമാക്കുക. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരു ചോദ്യം ചെയ്യാം കേട്ടോ. സ്ക്രീനിൽ കാണുന്ന ചോദ്യം നന്നായി വായിക്കാം. ഇതിൽ 2 കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. കൂടോ കുറയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 2 കാര്യങ്ങൾ ഒരേ സമയം മാറുന്നതായിട്ട് കാണാം. ഓക്കെ, ചോദ്യം നന്നായി വായിക്കുക. ചോദ്യം വായിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോവും, കൺഫ്യൂഷൻ വരും, ഇല്ലേ? ഓക്കെ, ഇതാണ് ചോദ്യം. ആരൊക്കെ മാറുന്നു, എന്തൊക്കെ മാറുന്നു എന്നൊക്കെ ഉള്ളത് ആദ്യം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. എന്താ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്? ടീച്ചർ പറഞ്ഞ് 2 കാര്യം മാറും ഇതിലെന്ന്. ഈ ടൈപ്പ് ചോദ്യത്തിൽ എപ്പോഴും രണ്ട് ആൾക്കാർ മാറും. 2 മനുഷ്യർ മാറുന്നല്ല പറഞ്ഞത്, 2 കാര്യങ്ങൾ മാറും. ഇവിടെ എന്തൊക്കെയാണ് മാറിയത്? ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് വർക്കേഴ്സ് മാറി. അപ്പോൾ ഒന്നാമത്തെ കാര്യം മെൻ എഴുതാൻ കാര്യം ഇവിടെ വർക്കേഴ്സ് മെന്നായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട്. ഇനി രണ്ടാമത് മാറിയ കാര്യം എത്ര ദിവസമെടുത്തു, ദിവസങ്ങളാണ്, ദിവസങ്ങളുടെ എണ്ണമാണ് മാറുന്നത്. ഡേയ്സ്. അപ്പോൾ അത് പിടികിട്ടാൻ പോലും പലർക്കും അറിയില്ല ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ, ഒരു ആവറേജ് കുട്ടിക്ക്. അപ്പം മാറുന്ന 2 എണ്ണം, ഒന്ന് ആളുകളുടെ എണ്ണം മാറുന്നുണ്ട്, അവർ പണിയെടുക്കുന്ന ദിവസങ്ങൾ മാറുന്നുണ്ട്. ഇനി നോക്കാം ആളുകളുടെ എണ്ണം എങ്ങനെയാണ് മാറിയത്. ആദ്യം 15 ആയിരുന്നു, പിന്നെ അത് 5 ആയി. ആദ്യം 15 ആയി, പിന്നെ 5 ആയി. ഒരേ ജോലി തന്നെയാണ്, പക്ഷേ ആദ്യം ചെയ്യാൻ 15 ആളുണ്ടായിരുന്നു, എന്നാൽ പിന്നീട് ആളൊക്കെ കുറേ കുറഞ്ഞു, 5 പേരേ ഉള്ളൂ. ഇവർ പണി ചെയ്തപ്പോൾ ആ പണി ചെയ്തു തീർക്കാൻ 1 മിനിറ്റ് നോക്കട്ടെ. 28 ദിവസമായിരുന്നു. 15 പേര് ചെയ്യുമ്പോൾ തന്നെ അത് 28 ദിവസമായിരുന്നു. അപ്പം 5 പേരായിട്ട് ചുരുങ്ങിയാൽ ദിവസം കൂടുമോ കുറയുമോ?
ഇപ്പം തീരുമാനം എടുത്തോ. കൂടുമോ കുറയുമോ? പറയൂ പറയൂ പറയൂ. എന്തായാലും കുറേ ദിവസം വേണ്ടി വരും. ആള് കുറഞ്ഞാൽ കുറേശ്ശല്ലേ പണി തീരുള്ളൂ. അപ്പോൾ കുറയും. ഇവിടെ എത്ര ദിവസം പണിയെടുക്കും? എത്ര ദിവസം? അതാണ് നമ്മുടെ ജോലി. നമ്മുടെ ആൻസർ അതാണ്. ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ക്വസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്താൽ ഉത്തരത്തിലേക്ക് പോവാം? ഇതാ 15ഉം 28. അപ്പം നിങ്ങൾ 15 × 28 സമം എന്ന് എഴുതണം. മനസ്സിലായോ? 15 × 28 എന്ന് എഴുതണം. ഓക്കെ. സമം 5 × ഇവിടെ അറിയാത്തതിന് നമുക്ക് എക്സ് നോക്കാം. 5 × x. അപ്പോൾ 15 × 28 സമം 5 × x. ഓക്കെ. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി 5 × x ഇടതുഭാഗത്ത് വയ്ക്കാം. സമം വലതുഭാഗത്ത് 15 × 28 ÷ 5 സമം 84 എന്ന് കിട്ടുന്നു. അപ്പോൾ 5 പേര് മാത്രമേ ജോലിക്കുള്ളൂ എങ്കിൽ 84 ദിവസം കൊണ്ട് ആ ജോലി തീരുകയുള്ളൂ.